നദീതീരത്താണെന്ന് പറഞ്ഞു. രണ്ട് നദികൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ട് നദികൾ എന്ന് പറയുമ്പോൾ യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്ന് പറയുന്ന രണ്ട് നദികൾക്കിടയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഈ മെസപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് എന്നാണ് എന്തെന്ന് ഈ മെസപ്പൊട്ടോമിയ എന്ന വാക്കിനെ അർത്ഥം എന്ന് പറയുന്നത്. ഈ മെസപ്പൊട്ടോമിയയിൽ 4 സിവിലൈസേഷൻ എമേർജ് ചെയ്യുകയും പിന്നീട് അതെന്ത് ചെയ്യുകയും ചെയ്തു? ഡീക്ലൈൻ ആവുകയും ചെയ്തു. ആ 4 എണ്ണമാണ് സുമേറിയൻ, അസീറിയൻ, ചാൽഡിയൻ, ബാബിലോണിയൻ. അങ്ങനെ 4 സിവിലൈസേഷൻ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? ഒരു വീഡിയോ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിൽ എന്ത് ചെയ്യുക? എഴുതിയെടുക്കാം. ഇത് നിങ്ങൾ ഇത്രയും പേര് ഒരു ഗ്രൂപ്പ്. ഓക്കെ, ആൻറ്റി കൂടെ കുറച്ചുകൂടി നീങ്ങിയിരുന്നേ, അല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഒരു ഗ്രൂപ്പ്, നിങ്ങൾ 4 പേര് ഒരു ഗ്രൂപ്പ്. എഴുതാമല്ലോ. ഞാനൊരു വീഡിയോ കാണിക്കും. അതിനെന്ത് ചെയ്യുക? വളരെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം അതിലെ കീ പോയിന്റ്സ് എന്ത് ചെയ്യുക? എഴുതിയെടുത്തതിന് ശേഷം ഒരാൾ എന്ത് ചെയ്യുക? അതിനെ പ്രസന്റ് ചെയ്യുക. Trade, agriculture, and taxes. The supreme priest had the city's political and religious power. Agricultural feuds spread across these cities, which were traversed by irrigation channels that used the river's water to water cultivations and animals for drink. Most of the city's citizens were farmers and shepherds, but there were also artisans that sold their own products at law. മനസ്സിലായില്ല എന്തൊക്കെയാണ്? അപ്പം നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതിന് എഴുതിയതിനു ശേഷം പ്രസന്റ് ചെയ്യുക. First and most important of human civilizations, today we're going to learn about Mesopotamia. The word Mesopotamia is between 2 rivers in Greek, so this civilization was named because it's situated between 2 rivers, Tigris and Euphrates. First ever city-states were born 4,000 years before Christ. The most important cities were Ur, Uruk, and Lagash. These city-states were independent from each other,
എഴുതിയായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാ ടീമും 2 ടീം വരെ എഴുതിയല്ലോ എല്ലാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് വായിക്കാം. ഇവിടുന്ന് അംശം ഒന്ന് വായിച്ചേ. ആദ്യം ശ്രദ്ധിക്കേ. ഇവിടെ Mesopotamian civilization is situated between two rivers, Tigris and Euphrates. 4000 BC മുമ്പാണ് അത് രൂപപ്പെട്ടത്. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള 3 സിറ്റീസ് ആയിരുന്നു ഉർ, ഉറൂഖ്, ലഗാഷ്. പിന്നെ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ആയിരുന്നു. പിന്നെ ഈ സിഗരറ്റിൽ വെച്ചാണ് ട്രേഡ്, അഗ്രികൾച്ചർ ഇങ്ങനത്തെ കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ അവർ ബേസിക് ആയിട്ട് അവരുടെ ഒക്കുപ്പേഷൻ ഫാമിംഗ് ആയിരുന്നു. ശരി, വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞല്ലേ? ഒരു ഫ്ലവർ ക്ലാപ്പ് കൊടുത്താലോ? ശരി, അവിടെ നിന്ന് ആരാണ് വായിക്കുന്നത്? ആർച്ച. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത് 2 നദികൾക്കിടയിലുള്ള സിവിലൈസേഷൻ ആയിരുന്നു. ഏകദേശം 4000 വർഷം മുമ്പ് BC കാലഘട്ടമായിരുന്നു. പിന്നെ സിറ്റീസ് ഉണ്ടായിരുന്നു, ഉറുക്ക്, ലഗാഷ്, അതുപോലെയുള്ള സിറ്റീസ്. പിന്നെ ട്രേഡ് ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, പിന്നെ സിഗരറ്റ്. ശരി, വെരി ഗുഡ്. അപ്പൊ 2 ടീമാരും എന്ത് ചെയ്തു? നന്നായിട്ട് ശ്രദ്ധിച്ചു. അപ്പൊ അതിൽ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? നമ്മള് ഒരു ആർക്കിടെക്ചർ സ്കില്ല് അല്ലെ, അവരുടെ ഒരു ആർക്കിടെക്ചർ സ്കില്ല് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണല്ലേ ഇത് സിഗരറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അവരെ ടെമ്പിൾസ് ആണത്. സിഗരറ്റ് എന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു മോഡൽ ഒന്ന് വരച്ചാലോ നമുക്ക്? ആര് വരയ്ക്കും? ചാടി വീണൊരാളെ അടിച്ചേ. ആരെങ്കിലും ചാടി വീണൊന്ന് അടിച്ചേ. അച്ഛൻ. ആ, അഭിഷ, വെരി ഗുഡ്. ഓടി ഒന്ന് വരച്ചേ. ഇതാണെന്ന് പറയുന്നത് സിഗരറ്റ് എന്ന് പറയുന്നത് അവിടെ ടെമ്പിളാണ്. ഇനി ഇതിൽ കുറച്ചുകൂടെ ഒന്ന് കുറച്ച് ഓടി തന്നെ ഓടി സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കൂടെ ചോറൊക്കെ കഴിച്ചോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ശരി, നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. പുതിയ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു സിവിലൈസേഷനാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? എന്താണ് സിവിലൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ എമേർജ് ചെയ്യുന്നത്? എവിടെയാണ്? റിവറിന്റെ സൈഡിലാണ് എമേർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു സിവിലൈസേഷൻ ആണ്. അതാണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്നാണ് അതിന്റെ പേര്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡേൺ ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. ഈ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് 2 നദികൾക്കിടയിലാണ് ഉള്ളത്. 2 നദികൾക്കിടയിലാണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതാണ് യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്ന് പറയുന്ന 2 നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഈ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടല്ലോ. വീഡിയോ കാണാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഓക്കെ, ഒരു വീഡിയോ കാണാം. ശ്രദ്ധിച്ചിരിക്കണേ. ഈ വീഡിയോ കണ്ടതിന് ശേഷം
എല്ലാവരും നോട്ട് എടുക്കണം. നോട്ട് എടുത്ത് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക, അത് എഴുതി വെക്കുക. ശ്രദ്ധിച്ചിരിക്കുന്നേ. ഓക്കെ, കാണാമോ? സംശയം കാണാമോ? അതൊരു ഗ്രൂപ്പ്. വേഗം എഴുതണേ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായി ചർച്ച ചെയ്ത് എഴുതുക. പരസ്പരം ചോദിക്കുക, ചോദിച്ച് എന്ത് ചെയ്യുക, എഴുതുക. അംശ ചോദിച്ച് എഴുതുക. ചർച്ച ചെയ്തായിരുന്നു പരസ്പരം. ശരി, മനസ്സിലായായിരുന്നോ? ഇതല്ല. അപ്പൊ ഈ ടീമിൽ ആരാണ് വായിക്കുന്നത്? മനസ്സിലായത്, എഴുതിയത്? ശ്രീ പാർവതി. ശ്രദ്ധിച്ചിരിക്കണേ. സജിതാണ് വെരി ഗുഡ്. അടുത്ത ആ ടീമിൽ ആരാണ്? Agriculture, trade, architecture, tax, cigarette industry. ശരി, ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നമ്മൾ വീഡിയോ കണ്ടപ്പോഴത്തേക്കും അത് എന്തിനെ കുറിച്ച് പറഞ്ഞു? അവരുടെ ടെമ്പിൾസിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആർക്കിടെക്ചർ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് അല്ലേ? ഇതെന്താണ്? അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് സൈലേജി? അവരുടെ ടെമ്പിൾ എന്താണ്? സിഗരറ്റ് ആണ് ഇതിന്റെ പേര്, സിഗരറ്റ്. അപ്പൊ ഇത് കണ്ടല്ലോ എന്താണെന്ന്. അപ്പൊ ഇത് ആ രീതിയിൽ ഒരു പിക്ചർ നമുക്ക് വരച്ച് കണ്ടാൽ കൊള്ളായിരുന്നു അല്ലേ? ആവശ്യം ഒഴിവാണ്. അവിടെ ടെമ്പിളാണ്. ആ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. കൊള്ളാല്ലേ? കൊള്ളാല്ലേ? ഇതൊക്കെ ഏതൊക്കെ ഷേപ്പ് ആണ് നമുക്ക് നോക്കാം. ഏതൊക്കെ ഷേപ്പ് ഉണ്ട്? ഷേപ്പ് ആണ് റെക്ടാങ്കിൾ, സ്ക്വയർ, ട്രപ്പീസിയം. ട്രപ്പീസിയം. ഇതെന്താണെന്ന് അറിയാവോ? മൂൺ. മൂൺ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? പക്ഷേ മൂൺ സ്കൈ. സ്കൈയിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇതെന്താണെന്ന് അറിയാമോ? കലണ്ടർ. കലണ്ടർ. ഈ കലണ്ടറിൽ എന്തൊക്കെയുണ്ട്? കാണിച്ചേ. മാസം, ഡേറ്റ്. ഓക്കെ, മാസവും ഡേറ്റും. ഈ കലണ്ടറും ഈ മൂണുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഈ മെസപ്പൊട്ടോമിയക്കാര് ഈ മൂണിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു കലണ്ടർ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത്. കണ്ടോ? കലണ്ടറിൽ എന്തൊക്കെയുണ്ട്? മന്ത് ഉണ്ട്, പിന്നെ ഡേറ്റ് ഒക്കെ ഉണ്ട്. ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട്? സെയിം ഇതാണ്. ഒരു വർഷം എത്ര ദിവസമുണ്ട്? പക്ഷേ ഒരു വർഷം എത്ര മാസമുണ്ട്? 12 മാസമുണ്ട്. 12 മാസത്തില് ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട്?
ഇറാൻ. ആ കറക്റ്റാണ് അഭിഷേക് പറഞ്ഞത്. സംശയം ഉണ്ടാവില്ല. ശരി, ഇറാഖിലാണ്. അപ്പൊ നമുക്ക് പഠിച്ചെന്താണ്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചു, അതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു. പിന്നെ ഇത് മാത്രമല്ല, ഇതിന് പുറമെ മറ്റ് സിവിലൈസേഷൻസും ഉണ്ട്. ഈജിപ്ഷ്യൻ ഉണ്ട്, പിന്നെ ഇൻഡസ് വാലി ഉണ്ട്, ചൈനീസ് സിവിലൈസേഷൻ ഉണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ